വേദിയിൽ 10 ഇരിപ്പിടങ്ങളുണ്ട്. ആരൊക്കെയായിരിക്കും സർപ്രൈസ് മുഖങ്ങളായി അൻവറിന്റെ ഈ സാമൂഹിക കൂട്ടായ്മയുടെ ഭാഗമാകാൻ പിന്തുണയുമായി എത്തുക എന്നതിലേക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ ചെന്നെത്തി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമൂഹിക സംഘടനയുടെ നയം പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്തായിരിക്കും എന്ന ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാമായിരിക്കും PV അൻവർ എന്ന നിലമ്പൂരിനെ 8 വർഷമായി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഒറ്റയാനായ ഈ രാഷ്ട്രീയക്കാരന്റെ തുടർന്നുള്ള ഭാവി ഏത് ദിശയിലേക്കാണ് PV അൻവർ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് കിട്ടുക. വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, നമുക്കറിയാം എന്തുകൊണ്ടാണ് PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാതെ പകരം ഒരു സാമൂഹിക കൂട്ടായ്മയിലേക്ക് അദ്ദേഹം കടന്നതെന്ന്. കാരണം അദ്ദേഹം ഒരു അയോഗ്യത കുരുക്ക് അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. 5 വർഷത്തേക്ക് സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ അംഗത്വത്തിലേക്ക് കടക്കാനോ സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കാനോ കഴിയില്ല. കാരണം അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ സാമൂഹിക കൂട്ടായ്മ എന്ന അൻവറിന്റെ ഈ ചുവടുവെപ്പ് ഏത് തരത്തിലായിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഗുണകരമാകാൻ പോകുന്നത്? DMK-യുമായുള്ള ബാന്ധവം എന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് വിലയിരുത്താനാകുമോ? ഗോപി, യഥാർത്ഥത്തിൽ PV അൻവർ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തെ നേരിടാൻ സ്വയം സന്നദ്ധനായി രംഗത്ത് വന്നയാളാണ്. അപ്പോൾ ആ പരീക്ഷണം അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ കണ്ടതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വൈകാരിക പ്രകടനങ്ങളായിരുന്നു. 2 പൊതുയോഗങ്ങൾ, അവിടെ എത്തിയ ആൾക്കൂട്ടമൊക്കെ അദ്ദേഹത്തിൻ്റെ എന്തു പറയുന്നു PV അൻവർ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി എത്തിയ ഒരു ആൾക്കൂട്ടം തന്നെയായിരുന്നു. അതിൽ തർക്കമൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ CPM അനുഭാവികളും ഒക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ സാമൂഹിക സംഘടന, അത് ഭാവിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമെന്നതിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. അപ്പോൾ അത്തരമൊരു സംഘടന PV അൻവർ ഇന്ന് രൂപീകരിച്ച് അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് കടന്ന് അതിൻ്റെ നയപരിപാടികൾ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരമൊരു വേദിയിൽ എത്ര ആളുകളെ കൊണ്ടുവരാൻ കഴിയും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ മഞ്ചേരിയിൽ എത്താൻ പോകുന്ന ആൾക്കൂട്ടം, അത് യഥാർത്ഥത്തിൽ PV അൻവറിൽ വിശ്വാസമർപ്പിക്കുന്ന PV അൻവറിൻ്റെ അനുയായികളെന്ന് നമുക്ക് പറയാവുന്ന ഒരാൾക്കൂട്ടം തന്നെയായിരിക്കും ഇന്ന് മഞ്ചേരിയിൽ എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളുടെ സമയത്തെ ആൾക്കൂട്ടം, അല്ലെങ്കിൽ അത് യൂട്യൂബിലൊക്കെ കാണാനെത്തുന്ന ജനങ്ങളുടെ എണ്ണം, പ്രേക്ഷകരുടെ എണ്ണം, അദ്ദേഹം വിളിച്ച 2 യോഗങ്ങളിലെത്തിയ ആൾക്കൂട്ടമൊക്കെ ആളെ കൊണ്ടുവരാൻ കഴിയുന്ന, ആളെ കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവാണ് PV അൻവർ എന്ന് അദ്ദേഹം ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CPM-നെതിരെ ഇടതുമുന്നണിക്കകത്തു നിന്നും പിന്നീട് പുറത്തിറങ്ങിയും നടത്തുന്ന ഈ ഫൈറ്റ് എന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിൽ കുറച്ച് കൗതുകവും ഉണ്ടാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ അത്തരം രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തിയവർക്ക് തുടക്കത്തിൽ തന്നെ എത്ര വലിയ പിന്തുണ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ പിന്തുണ അത് രാഷ്ട്രീയ പിന്തുണയാണോ എന്നതിൻ്റെ ഒരു ഉരകല്ലായിരിക്കും ഇന്ന് മഞ്ചേരിയിൽ നടക്കാൻ പോകുന്ന ഈ പൊതുയോഗം. അവിടേക്ക് എത്തുന്ന ജനക്കൂട്ടം 1,00,000 ആളുകളെ എത്തിക്കുമെന്നാണ് PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നത്. അത്രയും ആളുകൾ, എത്ര ആളുകൾ എത്തുമെന്ന് നമുക്കറിയില്ല. ആ പന്തൽ നിറച്ച ആളെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടേക്ക് എത്തുന്ന ആൾക്കൂട്ടം എന്നത് PV അൻവറിൻ്റെ കേവലം ആരാധകർ മാത്രമല്ല, അത് PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആൾക്കൂട്ടമായിരിക്കും. ഇനി മുതൽ അവരെ അങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അതിൻ്റെ വലിയ അധികാരം സ്പീക്കർക്കുള്ള ഒരു നിയമമാണ്. അപ്പോൾ അത്തരം സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തെ സുപ്രീം കോടതി പോലും പലപ്പോഴും അത് സ്പീക്കറുടെ തീരുമാനം എന്ന നിലയിൽ അതിനെ ഓൺ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിയമപരമായി. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തുപോയി ഒരു പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ ഒരു പക്ഷേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതാ പ്രശ്നം നേരിടേണ്ടി വരും. അതിനൊരു മുൻകരുതൽ കൂടിയാണ് ഇപ്പോൾ PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ആവാതെ ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ പുതിയ പ്രസ്ഥാനത്തെ നിർവചിക്കുന്നത്, അതിൻ്റെ നയപരിപാടികൾ വിശദീകരിക്കാൻ പോകുന്നത്. ഭാവിയിൽ അത് രാഷ്ട്രീയ പാർട്ടി ആകുമെന്നതിൽ തർക്കം വേണ്ട. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്ന് PV അൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഒരു പടി കൂടി കൂടുന്ന അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് MLA സ്ഥാനം ഒരു തടസ്സമാണെങ്കിൽ അത് വലിച്ചെറിയുമെന്നുകൂടി ഇന്ന് അദ്ദേഹം രാവിലെ പറയുകയും ചെയ്തു. വിജയൻ, അവിടെയാണ്, അതായത് രാവിലെ PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തടസ്സമാണ് ഇനിയൊരു അടുത്ത രാഷ്ട്രീയ നീക്കത്തിന് തന്നെ MLA പദവിയെങ്കിൽ അത് മാറ്റിവെക്കുമെന്നാണ്. പക്ഷെ അതേസമയം തന്നെ DMK-യുമായിട്ട് ഇന്നലെ നടത്തിയിട്ടുള്ള, ഇപ്പോൾ സ്റ്റാലിൻ അടക്കമുള്ളവരുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് തീർപ്പിലേക്കാണ്, എന്ത് ധാരണയിലേക്കാണ് അൻവറിന് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അൻവറിനോട് ചോദിച്ചപ്പോൾ അൻവർ പറഞ്ഞത് അത് നിലവിൽ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടമായിട്ടില്ല എന്നാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൻവറിന് തമിഴ്നാടിൻ്റെ വിവിധയിടങ്ങളിൽ ബിസിനസ് ഉണ്ട്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി അദ്ദേഹം
ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ DMKയുമായി അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയവുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് അൻവർ. അപ്പോൾ ഇന്നലെ സ്റ്റാലിനെ കാണുന്നു, DMK നേതാക്കളുമായി അൻവറിന്റെ മകൻ കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ വളരെ ആസൂത്രിതമായ കരുതലോടുകൂടിയുള്ള ഒരു ഹോംവർക്കും നീക്കവും അൻവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണഫലം ഈ DMK എന്ന പേരിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് സമാനത പുലർത്തുന്ന അതേ നാമകരണത്തിലൂടെ അൻവർ ഒരു സാമൂഹിക സംഘടന നടത്തുമ്പോൾ രാഷ്ട്രീയമായ അൻവറിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇനിയിപ്പോൾ ഗോപി DMKയുമായി സഹകരിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ DMK മുന്നോട്ട് വെക്കുന്ന BJP വിരുദ്ധ രാഷ്ട്രീയം, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു നേതാവാണ് സ്റ്റാലിൻ. അക്കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാകുന്നില്ല. കോംപ്രമൈസ് ഇല്ല BJPയുമായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ സനാതനധർമ്മ വിവാദത്തിലൊക്കെ ഉദയനിധി സ്റ്റാലിൻ എടുത്ത നിലപാട്, അതിന് വലിയ എതിർപ്പ് പല ഭാഗത്തുനിന്നും ഉണ്ടായി. കോടതിയൊക്കെ വിമർശിച്ചിട്ടും അതിൽ ഒരു ഖേദപ്രകടനത്തിനൊന്നും ഉദയനിധി തയ്യാറായിരുന്നില്ല. സ്റ്റാലിൻ അതിൽ അത്തരമൊരു കൂടുതൽ വിശദീകരണത്തിനൊന്നും മുതിർന്നതുമില്ല. ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ CPMന്റെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്നില്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി RSSുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കി BJPക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നതിൽ MR അജിത് കുമാറിനെ ഇടനിലക്കാരനാക്കി മുഖ്യമന്ത്രി എന്നതടക്കം RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന വിമർശനം ഉയർത്തി ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നു എന്നൊരു പ്രതീതി ഇപ്പോൾ PV അൻവർ മുന്നോട്ട് വയ്ക്കുകയും അത് ഒരു ഇമേജ് എന്ന നിലയിൽ അത് ഉയർത്തിക്കൊണ്ട് വരികയും അതോ കേരളത്തിൽ ഇതിനോടൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ഒപ്പം BJPയെ ശക്തമായി എതിർക്കുന്ന ദേശീയ തലത്തിൽ BJPക്ക് ബദലായി ഒരു നേതാവെന്ന നിലയിൽ ഉയർന്നു നിൽക്കുന്ന DMKയുടെ നേതാവ്, ആ പാർട്ടി, അതിൻ്റെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, അപ്പോൾ അവരുമായി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സഹകരണവുമൊക്കെ BJP വിരുദ്ധ വോട്ടുകൾ അതൊരു ഒരു നിലപാടെന്ന നിലയിൽ അത്തരം വോട്ടുകൾ സമാഹരിക്കുക, അത്തരം വലിയ പിന്തുണ സമാഹരിക്കാൻ ഉപകരിക്കുമെന്ന് PV അൻവർ വിശ്വസിക്കുന്നുണ്ട്. അതുതന്നെയാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സമീപനമായി സ്വീകരിക്കാൻ പോകുന്നത്. പക്ഷേ DMK മുന്നണി എന്നത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് തമിഴ്നാട്ടിൽ മാത്രം ബാധകമായ ഒരു മുന്നണിയാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് DMK, അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസും, ഇവിടെ ഇടതുമുന്നണിയും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ ഈ മുസ്ലിം ലീഗുണ്ട്, ഇടതു പാർട്ടികളുണ്ട്, അവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DMK മുന്നണിയിൽ അതിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഈ സഖ്യത്തിൽ ഇപ്പോൾ PV അൻവർ കൂടി ചേരുന്നു എന്നതിന് വലിയ കൗതുകമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോൾ ഏത് മുന്നണിയിലേക്ക്, ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നത് എനിക്ക് തോന്നുന്നില്ല PV അൻവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്നത്. PV അൻവർ ഒരു മുന്നണി ഓപ്റ്റ് ചെയ്യേണ്ടി വരും. UDF എന്ന സാധ്യത അദ്ദേഹം തള്ളുന്നില്ല. അൻവറിനെ സ്വീകരിക്കുന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയ തടസ്സമുള്ളതായി UDF നേതാക്കളും പറയുന്നില്ല. അപ്പോൾ DMK ഒരുപക്ഷെ DMKക്ക് വേണമെങ്കിൽ PV അൻവറിന് അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് ഒരു സീറ്റോ, UDFന് അധികാരത്തിൽ വന്നാൽ PV അൻവർ ജയിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനോട് DMK നേതൃത്വത്തിന് പറയുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകില്ല. ആ നിലയിലൊരു തന്ത്രപരമായ DMK സഹകരണമായിരിക്കുമോ PV അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയമുണ്ട്. ഇപ്പോൾ DMKയുടെ കേരള ഘടകമുണ്ട്, ആ കേരള ഘടകം അതേ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കേരള ഘടകത്തിൻ്റെ ചുമതലയിലേക്ക് അൻവറിനെ കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിൽ നീക്കം നടക്കുന്നുണ്ടോ? പക്ഷേ ആ നിലയിൽ DMKയിൽ ചേരാനുള്ള അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനോടകം PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സഹകരണത്തെ പറ്റിയാണ് അൻവർ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൗതുകമുള്ളത്, ഇപ്പോൾ ഈ CPM നേതൃത്വം അതിൻ്റെ നിലപാടുകളെ പറ്റിയൊക്കെ PV അൻവറിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഈ PV അൻവറിന് മറുപടി നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ്. അദ്ദേഹം അവസാനം അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം പറയുന്നത്, MVRന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട്. പക്ഷേ എടാ മോനെ, ഇത് വേറെ പാർട്ടിയാണ്, പോയി തരത്തിൽ കളിക്ക് എന്നാണ് PV അൻവറിനോട് PM മനോജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ PV അൻവറിൻ്റെ കാര്യം പറയാതെ ഈ സാഹചര്യങ്ങളൊക്കെ PM മനോജ് വിശദീകരിച്ചിട്ട് എത്തുന്ന കൺക്ലൂഷൻ അതാണ്. ശരി, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് PV അൻവർ. MB രാഘവന് കഴിയാത്തത് PV അൻവറിനെ കൊണ്ട് കഴിയുമോ എന്ന് ചരിത്രത്തിലെ സന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് ഉള്ള ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ PV അൻവറിൻ്റെ രാഷ്ട്രീയ ചലനങ്ങളെ സസൂക്ഷ്മം ഇടതുമുന്നണി ക്യാമ്പ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. DMKയുമായുള്ള ഒരു ബാന്ധവം എന്നത് PV അൻവറിൻ്റെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായി ചുരുങ്ങിപ്പോകുമോ എന്ന ഒരു ചോദ്യവും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ആ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ നമുക്കറിയാം എന്താണ് PV അൻവർ
തുടർ നീക്കങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ആരൊക്കെയാണ് ഈ വേദിയിൽ അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വരാൻ പോകുന്നത്? എത്ര പേരുടെ സാന്നിധ്യമായിരിക്കും അൻവറിന് കരുത്ത് പകർന്ന് മഞ്ചേരിയിലെ ഈ പൊതുസമ്മേളന വേദിയെ സമ്പന്നമാക്കാൻ പോകുന്നത്? നമുക്ക് നിമിഷങ്ങളുടെ കാത്തിരിപ്പേ ഉള്ളൂ. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് സമ്മേളന വേദിയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം, ബിപിൻ സി വിജയൻ, PV അൻവറിന്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം ഉണ്ട്. അൻവർ ഇപ്പോൾ അവിടെ വിശ്രമിക്കുകയാണെന്ന് സമീറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. S വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുകയും ചെയ്യും.